ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ സ്കന്ധം 9 അധ്യായം 1 സുദ്യുമ്ന രാജാവ് ഒരു സ്ത്രീയായി തീരുന്നു എന്ന അധ്യായത്തിന്റെ വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. സുദ്യുമ്നൻ ഒരു സ്ത്രീ ആയി തീർന്നതും വൈവസുത മനുവിന്റെ വംശം ചന്ദ്രനിൽ നിന്നുള്ള സോമവംശത്തോട് കൂടിച്ചേർന്നതും എങ്ങനെ എന്നാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. പരീക്ഷിത് മഹാരാജാവിന്റെ ആഗ്രഹമനുസരിച്ച് ശുകദേവ ഗോസ്വാമി മുമ്പ് ദ്രവിഡത്തിന്റെ രാജാവായ സത്യവ്രതനായിരുന്ന വൈവസുത മനുവിന്റെ കുലത്തെപ്പറ്റി പറഞ്ഞു. ഈ കുലത്തെപ്പറ്റി വിവരിക്കുമ്പോൾ അദ്ദേഹം പ്രളയ സമുദ്രത്തിൽ ശയിക്കുകയായിരുന്ന പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് അങ്കുരിച്ച താമരയിൽ നിന്ന് ബ്രഹ്മദേവന് ജന്മം നൽകിയത് എന്നും വിവരിച്ചു. ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്ന് മരീചി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു കശ്യപൻ. കശ്യപനിൽ നിന്ന് അതിഥിയിലൂടെ വിവസ്വാനും വിവസ്വാനിൽ നിന്ന് സംജയുടെ ഗർഭപാത്രത്തിലൂടെ ശ്രാദ്ധദേവമനുവും ജനിച്ചു. ശ്രാദ്ധദേവന്റെ പത്നി ശ്രദ്ധ ഇക്ഷാകുവിനെയും മൃഗനെയും പോലുള്ള 10 പുത്രന്മാർക്ക് ജന്മം നൽകി. അപ്പൊ ഈ അധ്യായത്തിൽ ചന്ദ്രവംശത്തിന്റെ സന്തതി പരമ്പരകളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ പരമ്പര താഴേക്ക് വന്നതെന്ന് വിശദമായി നമുക്ക് നോക്കാം. ഇക്ഷാകു മഹാരാജാവിന്റെ പിതാവ് ശ്രാദ്ധദേവന് അഥവാ വൈവസുത മനുവിന് ഇക്ഷാകുവിന്റെ ജനനത്തിന് മുമ്പ് പുത്രന്മാരുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം വസിഷ്ഠ മഹർഷിയുടെ കാരുണ്യത്താൽ മിത്രനെയും വരുണനെയും സംതൃപ്തരാക്കാൻ ഒരു യജ്ഞം നടത്തുകയുണ്ടായി. പക്ഷേ വൈവസുത മനു ഒരു പുത്രനെയാണ് ആഗ്രഹിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ പത്നിയുടെ അഭിലാഷം അനുസരിച്ച് ഇള എന്ന പേരുള്ള ഒരു പുത്രിയെയാണ് ലഭിച്ചത്. എങ്ങനെ തന്നെയായാലും മനു പുത്രിയെ കൊണ്ട് സംതൃപ്തനായില്ല. അതിനാൽ വീണ്ടും വസിഷ്ഠ മഹർഷിയെ സമീപിച്ചു. മനുവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു ആൺകുട്ടിക്കായിട്ട് വസിഷ്ഠ മഹർഷി ഇള എന്ന പെൺകുട്ടിയെ ഒരു ആൺകുട്ടിയായി രൂപാന്തരപ്പെടാൻ പ്രാർത്ഥിക്കുകയും പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സഫലീകരിക്കുകയും ചെയ്തു. അങ്ങനെ സുദ്യുമ്നൻ എന്ന പേരുള്ള സുന്ദരനായ ഒരു യുവാവായി ഇള എന്ന പെൺകുട്ടി മാറി. ഒരിക്കൽ സുദ്യുമ്നൻ അദ്ദേഹത്തിന്റെ മന്ത്രിമാരുമൊത്ത് പര്യടനം നടത്തുന്നതിനിടയിൽ സുമേരു പർവ്വതത്തിന്റെ അടിവാരത്തിലുള്ള സുകുമാരം എന്ന വനത്തിൽ പ്രവേശിക്കുകയും വനത്തിൽ പ്രവേശിച്ച ഉടനെ അവരെല്ലാവരും സ്ത്രീകളായി മാറുകയും ചെയ്തു. ഈ രൂപാന്തരീകരണത്തിനുള്ള കാരണം എന്തെന്ന് ശുകദേവ ഗോസ്വാമിയോട് പരീക്ഷിത് മഹാരാജാവ് ആരാഞ്ഞു. അപ്പോൾ ശുകദേവ് ഗോസ്വാമി സുദ്യുമ്നൻ സ്ത്രീയായി രൂപാന്തരപ്പെടുകയും ചന്ദ്രന്റെ പുത്രനായ ബുധനെ ഭർത്താവായി സ്വീകരിക്കുകയും അവർക്ക് പുരൂരവസ് എന്ന പുത്രൻ ഉണ്ടാവുകയും ചെയ്തതുവരെയുള്ള സംഭവങ്ങൾ വിവരിച്ചു. ശിവന്റെ കൃപയാൽ സുദ്യുമ്നന് 1 മാസം സ്ത്രീയായും 1 മാസം പുരുഷനായും ജീവിക്കാൻ കഴിയുന്ന വരം ലഭിച്ചു. അപ്രകാരം അദ്ദേഹം തന്റെ രാജ്യം വീണ്ടെടുക്കുകയും അദ്ദേഹത്തിന് ഉത്കലൻ, ഗയൻ, വിമലൻ എന്നീ 3 ധർമ്മിഷ്ഠരായ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. അനന്തരം പുരൂരവസിനെ രാജ്യഭരണം ഏൽപ്പിച്ച് അദ്ദേഹം ജീവിതത്തിന്റെ വാനപ്രസ്ഥ ക്രമം സ്വീകരിച്ചു. ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയമാണ് ഇപ്പോൾ കേട്ടത്. അതിന്റെ വിശദമായ രൂപങ്ങൾ ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം.
ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പരീക്ഷിത് മഹാരാജാവ് പറയുന്നു, അല്ലയോ പ്രഭോ ശുകദേവ ഗോസ്വാമി, അങ്ങ് വിവിധ മനുക്കളുടെ കാലങ്ങളെക്കുറിച്ചും ആ കാലങ്ങളിൽ അളവറ്റ ശക്തിയുടെ ഉടമയായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ ചെയ്ത ആശ്ചര്യകരങ്ങളായ കർമ്മങ്ങളെക്കുറിച്ചും വളരെ വിപുലമായി വിവരിച്ചു കഴിഞ്ഞു. ഇവയെല്ലാം അങ്ങയിൽ നിന്ന് ശ്രവിക്കുവാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവാനാണ്. ശ്ലോകം രണ്ടാമത്തേലും മൂന്നാമത്തേലും കൂടെ ചേർത്ത് പറയുന്നത്, ദ്രാവിഡ ദേശത്തിന്റെ രാജർഷിയായിരുന്ന സത്യവ്രതന് പരമോന്നതന്റെ കാരുണ്യത്താൽ കഴിഞ്ഞ യുഗ അന്ത്യത്തിൽ ആധ്യാത്മിക ജ്ഞാനം ലഭിക്കുകയും അടുത്ത മന്വന്തരത്തിൽ, അതായത് അടുത്ത മനുവിന്റെ കാലത്തിൽ അദ്ദേഹം വിവസ്വാന്റെ പുത്രനായ വൈവസുത മനുവായി തീരുകയും ചെയ്തു. എനിക്ക് അങ്ങയിൽ നിന്ന് ഈ അറിവ് ലഭിച്ചു. അങ്ങ് വിവരിച്ചതുപോലെ ഇക്ഷാകുവിനെ പോലുള്ള രാജാക്കന്മാർ അദ്ദേഹത്തിന്റെ പുത്രന്മാരായിരുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, പരീക്ഷിത് മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയോട് പറയാണ്, അല്ലയോ മഹർഷിയെ, ശരിക്കും സത്യവ്രത മഹർഷി രാജർഷി എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം സത്യവ്രതൻ എന്ന് പറയുന്നത് രാജാവുമായിരുന്നു, പക്ഷെ അതേസമയം ഋഷിക്ക് തുല്യമായ ജീവിതം നയിച്ചിരുന്ന ആളുമായിരുന്നു. ഭഗവാന്റെ പരമഭക്തനായിരുന്ന ആ സത്യവ്രതന് ഒരിക്കൽ ഗംഗാസ്നാനം നടത്തുന്ന സമയത്ത്, സമുദ്രജലത്തിൽ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് കൈക്കുമ്പിളിൽ ഒരു സ്വർണ്ണ കളറിലുള്ള ചെറിയൊരു മത്സ്യം പ്രത്യക്ഷം ഭവിക്കുകയും ആ മത്സ്യം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മത്സ്യാവതാരമായി പരിണമിക്കുകയും ആ മത്സ്യാവതാരത്തിന്റെ അനുഗ്രഹത്താൽ ആ സത്യവ്രതന് അടുത്ത കാലത്തിൽ, അത് കഴിഞ്ഞു വരുന്ന യുഗത്തിൽ ഒരു മനു ആയി ജനിക്കാൻ, അവതരിക്കാൻ ഭാഗ്യം സിദ്ധിക്കും എന്നും അരുളപ്പാടുണ്ടായി. അപ്രകാരം ആ സത്യവ്രതനായിരുന്നു പിന്നീട് വിവസ്വാന്റെ പുത്രനായ വൈവസുത മനുവായി ജന്മം കൊണ്ടത്. ഇപ്പോൾ വൈവസുത മനുവിന്റെ കാലഘട്ടമാണ് നമ്മളും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം. ശ്ലോകം 4 പറയുന്നു, അല്ലയോ മഹാഭാഗ്യവനായ ശുകദേവ ഗോസ്വാമി, അല്ലയോ മഹാബ്രാഹ്മണ, ആ രാജാക്കന്മാരുടെ കുലങ്ങളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും ദയവായി ഞങ്ങളോട് വിവരിക്കണമേ. കാരണം അങ്ങയിൽ നിന്ന് അത്തരം വിഷയങ്ങൾ ശ്രവിക്കുവാൻ സദാ ആകാംക്ഷയുള്ളവരാണ് ഞങ്ങൾ. അങ്ങനെ ശുകദേവ ഗോസ്വാമിയോട് പരീക്ഷിത് മഹാരാജാവും അവിടെ കൂടിയിരുന്ന എല്ലാവരും ഒരുമിച്ച് അഭ്യർത്ഥിക്കുകയാണ് ആ സന്തതി പരമ്പരകളെ പറ്റി ഒന്ന് വിവരിക്കുവാൻ. ശ്ലോകം 5 പറയുന്നു, വൈവസുത മനുവിന്റെ വംശത്തിൽ ജനിച്ച പണ്ടുണ്ടായിരുന്നവരും ഭാവിയിൽ വരാൻ പോകുന്നവരും ഇപ്പോൾ ഉള്ളവരുമായ പ്രശസ്തരായ രാജാക്കന്മാരുടെ എല്ലാം കഴിവുകളെ കുറിച്ച് ദയവായി വിവരിച്ചാലും എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ശ്രീ സൂത ഉവാച, അതായത് ശ്രീ സൂതഗോസ്വാമി പറഞ്ഞു, വൈദിക ജ്ഞാനത്തിൽ പണ്ഡിതരായവർ സമ്മേളിച്ചിരുന്ന സഭയിൽ വെച്ച് ധാർമ്മിക തത്വങ്ങളിൽ മഹാജ്ഞാനിയായ ശുകദേവ ഗോസ്വാമിയോട് പരീക്ഷിത് മഹാരാജാവ് ഇപ്രകാരം അഭ്യർത്ഥിച്ചപ്പോൾ ശുക മഹർഷി സംസാരിക്കാൻ തുടങ്ങിയതായി സൂതഗോസ്വാമി പറയുന്നു. സൂതഗോസ്വാമി നൈമശരണ്യയിലെ ശൗനകാദികളുടെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഇപ്രകാരം പറയുന്നത്. അപ്പോൾ ശ്ലോകം 7 പറയുന്നു, ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനും കൂടെ അസംബിൾഡ് ആയിരിക്കുന്ന മഹർഷിമാർക്കും കേൾക്കുന്ന വിധത്തിൽ പറയുകയാണ്, ശത്രുവിനെ കീഴടക്കുന്നവനായ അല്ലയോ രാജാവേ, പരീക്ഷിത് മഹാരാജാവേ, മനുവിന്റെ വംശത്തെ പറ്റി എന്നിൽ നിന്ന് വിശദമായി കേട്ടുകൊള്ളുക. 100 കണക്കിന് സംവത്സരങ്ങൾ കൊണ്ട് പോലും ആർക്കും അത് പൂർണ്ണമായി വിവരിക്കുവാനാവില്ലെങ്കിലും ഞാൻ കഴിയുന്നത്ര വിശദീകരിക്കാൻ ശ്രമിക്കാം എന്നാണ് ശുക മഹർഷി പറയുന്നത്. അങ്ങനെ യുഗ അന്ത്യത്തിൽ ഈ പ്രത്യക്ഷ ഭൗതിക പ്രപഞ്ചം ഉൾപ്പെടെ എല്ലാം ഇല്ലാതായപ്പോഴും ഉന്നതവും അധമവുമായ ജീവിത നിലവാരങ്ങളിലുള്ള സകല ജീവജാലങ്ങളുടെയും പരമാത്മാവായ അതീന്ദ്രിയ പുരുഷൻ നിലനിന്നിരുന്നു. അപ്പോ ഈ പ്രളയത്തിന് മുന്നേയും പ്രളയത്തിന് ശേഷവും എല്ലായ്പ്പോഴും സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നിലകൊള്ളുന്നു എന്ന് തന്നെയാണ് ഭാഗവതത്തിലും ഊന്നി പറയുന്നത്. ഭാവാർത്ഥത്തിൽ പറയുന്നത്, സർവ്വലോകങ്ങളും പ്രളയജലത്തിൽ മുങ്ങിയപ്പോൾ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന് മാത്രമേ അസ്തിത്വം ഉണ്ടായിരുന്നുള്ളൂ എന്ന പ്രസ്താവനയാണ് ഇവിടെ ശുകമഹർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അതേ തുടർന്ന് മനുവംശത്തെ കുറിച്ചുള്ള വിവരണം ആരംഭിച്ചു. അതായത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു സ്വർണ്ണ താമര ഉത്ഭവിക്കുകയും അതിൽ ചതുർമുഖനായ ബ്രഹ്മദേവൻ ജനിക്കുകയും ചെയ്തു എന്ന് ഇവിടെ പറയുന്നു.
അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്ന് മരീചി എന്ന മഹർഷി ജനിച്ചു. മരീചിയുടെ രേതസ്സിൽ നിന്ന് ദക്ഷ മഹാരാജാവിന്റെ പുത്രിയുടെ ഗർഭപാത്രത്തിലൂടെ കശ്യപൻ ജനിച്ചു. കശ്യപനിൽ നിന്ന് അതിഥിയുടെ ഗർഭപാത്രത്തിലൂടെ വിവസ്വാനം ജനിച്ചു. അതാണ് സന്തതി പരമ്പരകളുടെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അല്ലയോ ഭാരത കുലശ്രേഷ്ഠനായ പരീക്ഷിത് മഹാരാജാവേ, വിവസ്വാനിൽ നിന്ന് അദ്ദേഹത്തിന്റെ പത്നി സംജയിലൂടെ ശ്രാദ്ധദേവൻ മനു ജനിച്ചു. ജിതേന്ദ്രിയനായിരുന്ന ശ്രാദ്ധദേവ മനു അദ്ദേഹത്തിന്റെ പത്നി ശ്രദ്ധയിലൂടെ 10 പുത്രന്മാർക്ക് ജന്മം നൽകി. ഇക്ഷാകു, നൃഗൻ, ശര്യാദി, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂക്ഷകൻ, നിരിഷ്യന്തൻ, പൃഷദ്രഥൻ, നഭകൻ, കവി എന്നിങ്ങനെയായിരുന്നു അവരുടെ നാമധേയങ്ങൾ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, മനുവിന് ആദ്യം പുത്രന്മാരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രലബ്ധിക്കായി ആധ്യാത്മിക ജ്ഞാനത്തിൽ അതിപ്രഭാവനായിരുന്ന വസിഷ്ഠ മഹർഷി ദേവന്മാരായ മിത്രനെയും വരുണനെയും പ്രീതിപ്പെടുത്തുന്നതിന് ഒരു യാഗം അനുഷ്ഠിച്ചു. മിത്രവരുണന്മാർ ഭഗവാന്റെ ജനനേന്ദ്രിയത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് ഭാഗവതം 2-ാം സ്കന്ധത്തിൽ വിവരിക്കുന്നുണ്ട്. ശ്ലോകം 14 നോക്കാം. ആ യജ്ഞത്തിനിടയിൽ പാൽ മാത്രം പാനം ചെയ്തുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുകയായിരുന്ന മനുവിന്റെ പത്നി ശ്രദ്ധ യജ്ഞം നടത്തുന്ന പുരോഹിതനെ സമീപിച്ച് പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം തനിക്കൊരു പുത്രിയെ ലഭ്യമാക്കണമെന്ന് യാചിച്ചു. അപ്പോ ഭർത്താവായ ശ്രാദ്ധദേവൻ ഒരു പുത്രനെ വേണമെന്നും ഭാര്യയായ ശ്രദ്ധ ഒരു പുത്രിയെ വേണമെന്നുമാണ് ആഗ്രഹിച്ചത്. അപ്പോൾ ശ്ലോകം 15 പറയുന്നു, അർപ്പണം ചെയ്യുക എന്ന് മുഖ്യ പുരോഹിതൻ പറഞ്ഞതോടെ യജ്ഞ അർപ്പണത്തിന്റെ ചുമതലക്കാരനായ പുരോഹിതൻ അർപ്പിക്കാനുള്ള നെയ്യെടുത്തു. അപ്പോൾ മനുവിന്റെ പത്നിയുടെ വാക്കുകൾ ഓർമ്മിച്ച അദ്ദേഹം വഷ്ട് എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ട് യജ്ഞം നിർവഹിച്ചു. മനു യജ്ഞം ആരംഭിച്ചത് ഒരു പുത്രന് വേണ്ടിയായിരുന്നുവെങ്കിലും മനു പത്നിയുടെ അഭ്യർത്ഥന മൂലം പുരോഹിതൻ വ്യതിചലിച്ചതിനാൽ ഇള എന്ന പേരുള്ള ഒരു പുത്രിയെയാണ് ജനിച്ചത്. പുത്രിയെ കണ്ട മനു അത്ര സന്തോഷവാനായില്ല. അതുകൊണ്ട് അദ്ദേഹം തന്റെ ഗുരുവായ വസിഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു. അതായത്, അല്ലയോ എൻ്റെ പ്രഭോ, വൈദിക മന്ത്രങ്ങൾ ജപിക്കുന്നതിൽ നിങ്ങൾ എല്ലാവരും വിദഗ്ധരാണ്. ആ സ്ഥിതിക്ക് ഫലം ആഗ്രഹിച്ചതിന് വിപരീതമായത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് ദുഃഖിക്കേണ്ട കാര്യം തന്നെയാണ്. വൈദിക മന്ത്രങ്ങൾക്ക് ഇങ്ങനൊരു വിപരീത ഫലം ഉണ്ടാകാൻ പാടില്ലാത്തതാണല്ലോ. അപ്പോൾ മനു അറിഞ്ഞില്ല ഭാര്യ പോയിട്ട് പുത്രിയെ വേണമെന്ന് ആഗ്രഹിച്ചതും അവരുടെ മന്ത്രങ്ങളിൽ പുത്രിക്ക് വേണ്ടിയുള്ള മന്ത്രോച്ചാരണങ്ങൾ നടന്നതും മനു മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇത് വൈദിക മന്ത്രങ്ങൾക്ക് വിപരീത ഫലം ഉണ്ടായത് എങ്ങനെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ശ്രാദ്ധദേവനും ശ്രദ്ധാദേവിയും ഭാര്യയും ഭർത്താവും 2 രീതിയിൽ ആഗ്രഹിച്ചത് കൊണ്ട് വൈദിക മന്ത്രങ്ങൾ 2 രീതിയിൽ ഉച്ചരിക്കേണ്ടി വന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്രകാരം പുത്രിക്ക് വേണ്ടിയായിട്ടുള്ള മന്ത്രോച്ചാരണത്തിലൂടെ ഒരു പുത്രിയെ യജ്ഞത്തിലൂടെ സൃഷ്ടിക്കാനാണ് സാധിച്ചതും. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, നിങ്ങൾ എല്ലാവരും ആത്മസംയമനവും സമചിത്തതയും നിരപേക്ഷ സത്യത്തെ സംബന്ധിച്ച് എല്ലാ അറിവും ഉള്ളവരാണ്. തപശ്ചര്യകളാലും വ്രതങ്ങളാലും സർവ്വവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടവരുമാണ്. ദേവന്മാരുടേതുപോലെ നിങ്ങളുടെ വാക്കുകളും ഒരിക്കലും നിരർത്ഥകവുമാവില്ല. എന്നിട്ടും നിങ്ങളുടെ നിശ്ചയദാർഢ്യം എങ്ങനെയാണ് പരാജയപ്പെട്ടത്? അപ്പോ ശ്രാദ്ധാദേവൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് വസിഷ്ഠ മഹർഷി, അങ്ങേക്ക് ഒരു തെറ്റും പറ്റാത്തതാണല്ലോ, അങ്ങ് ഒരിക്കലും കള്ളം പറയാത്ത ആളുമാണല്ലോ, സമചിത്തതയും നിരപേക്ഷ സത്യത്തെ സംബന്ധിച്ച് എല്ലാ അറിവും ഉള്ളതാണല്ലോ, എന്നിട്ടും എങ്ങനെയാണ് ഒരു പുത്രന് വേണ്ടിയിട്ട് യജ്ഞം നടത്തിയിട്ട് പുത്രിയായി ഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അതിപ്രഭാവനായ പിതാമഹൻ വസിഷ്ഠൻ മനുവിന്റെ ഈ വാക്കുകൾ കേട്ടതിന് ശേഷം പുരോഹിതന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മനസ്സിലാക്കി. അപ്രകാരം അദ്ദേഹം സൂര്യദേവന്റെ പുത്രനോട് താഴെ കൊടുത്തിട്ടുള്ളതുപോലെ സംസാരിച്ചു. അപ്പോൾ വൈവസ്വത മനു ഇങ്ങനെ പറയാണ്, എങ്ങനെയാണ് വൈദിക മന്ത്രങ്ങൾ തെറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, വസിഷ്ഠ മഹർഷിക്ക് മനസ്സിലായി എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം പറയാണ്, അങ്ങയുടെ പുരോഹിതന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലനം, യഥാർത്ഥ ഉദ്ദേശം ഒരു പുത്രന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പുത്രിയെ ലഭിച്ചതിന്റെ
കാരണം ഈ വിഷയത്തിലെ വൈരുദ്ധ്യത്തിന് കാരണം ആ മന്ത്രോച്ചാരണം മാറ്റി ഉച്ചരിച്ചത് കൊണ്ടാണ്. എങ്ങനെ തന്നെ ആയാലും തന്റെ സ്വന്തം ശക്തി കൊണ്ട് അങ്ങേക്ക് ഞാനൊരു സൽപുത്രനെ നൽകാം. അപ്പോൾ ഇതിൽ വിഷമിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും എന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ ഒരു സൽപുത്രനെ നൽകാമെന്ന് വസിഷ്ഠ മഹർഷി പറയുന്നു. അങ്ങനെ ശുകദേവ ഗോസ്വാമി പറഞ്ഞു, അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, ഇങ്ങനെ തീരുമാനിച്ച മഹാശക്തനും യശസ്വിയുമായ വസിഷ്ഠ മഹർഷി ഇളയെ ഒരു പുരുഷനായി മാറ്റുന്നതിന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വസിഷ്ഠനിൽ സംപ്രീതനായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പരമനേതാവ് അദ്ദേഹം ആഗ്രഹിച്ച അനുഗ്രഹം നൽകി. ഇപ്രകാരം ഇള എന്ന പെൺകുട്ടി പെട്ടെന്ന് തന്നെ സുദ്യുമ്നൻ എന്ന പേരുള്ള ഒരു ഉത്കൃഷ്ട പുരുഷനായി രൂപാന്തരപ്പെട്ടു. അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, ഒരിക്കൽ ആ ധീരൻ സുദ്യുമ്നൻ സിന്ധു പ്രദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു കുതിരപ്പുറത്ത് കയറി ഏതാനും മന്ത്രിമാർക്കും സഹായികൾക്കും ഒപ്പം ഒരു വനത്തിൽ നായാട്ടിനായി പോയി. പടച്ചട്ട അണിഞ്ഞ് അമ്പും വില്ലും ഏന്തിയിരുന്ന അദ്ദേഹം കാഴ്ചയ്ക്ക് വളരെ സുന്ദരനായിരുന്നു. മൃഗങ്ങളെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരുന്ന അദ്ദേഹം വനത്തിന്റെ വടക്ക് ഭാഗത്ത് എത്തിച്ചേർന്നു. അവിടെ വടക്ക് ദിക്കിൽ സുമേരു പർവ്വതത്തിന്റെ ചുവട്ടിൽ മഹാദേവൻ അദ്ദേഹത്തിന്റെ പത്നി ഉമയോടൊത്ത് എല്ലായ്പ്പോഴും സല്ലപിക്കാറുള്ള സുകുമാരം എന്ന ഒരു വനത്തിൽ പ്രവേശിച്ചു. ആ സുകുമാര വനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, ശത്രുക്കളെ കീഴടക്കുന്നതിൽ പ്രഗത്ഭനായ സുദ്യുമ്നൻ ആ വനത്തിൽ പ്രവേശിച്ച ഉടനെ താനൊരു സ്ത്രീയായി മാറിയതായും തന്റെ കുതിര പെൺകുതിരയായി മാറിയതും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഈ സുദ്യുമ്നൻ ആ വനത്തിൽ ഉമാദേവിയും മഹേശ്വരനും സമ്മേളിച്ചിരുന്ന ആ വനത്തിൽ പ്രവേശിച്ച ഉടനെ പുരുഷന്മാരായിരുന്നവരെല്ലാവരും സ്ത്രീയായി മാറിയതായി മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെ അദ്ദേഹത്തിന്റെ അനുയായികളും തങ്ങൾ എതിർലിംഗക്കാരായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് കണ്ടറിഞ്ഞ് വളരെ വിഷണ്ണരായി പരസ്പരം വീക്ഷിച്ചു. അപ്പോൾ രാജാവ് സുദ്യുമ്നനും സ്ത്രീയായി മാറി, താൻ സഞ്ചരിച്ചിരുന്ന കുതിരയും പെൺകുതിരയായി മാറി. മാത്രമല്ല കൂടെ വന്നിരുന്ന അസോസിയേറ്റ്സുകളും എല്ലാവരും സ്ത്രീകളായി മാറിയതായി കണ്ടു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു, അല്ലയോ അതിശക്തനായ ബ്രാഹ്മണ, എന്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് ഇങ്ങനെ ഒരു നിയോഗം ഉണ്ടായത്? ആരാണ് അത് ഇത്ര ശക്തമാക്കിയത്? ഇതേക്കുറിച്ച് അറിയാൻ എനിക്ക് ആകാംക്ഷയുള്ളതിനാൽ ദയവായി ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയാലും. അപ്പോ പരീക്ഷിത് മഹാരാജാവിന് വളരെ അതിശയം തോന്നി. എങ്ങനെയാണ് ആ വനത്തിൽ പ്രവേശിക്കുന്നവർക്ക് എല്ലാവർക്കും സ്ത്രീ രൂപമായി മാറിയതിന്റെ കാരണം എന്താണ് എന്നാണ് പരീക്ഷിത് മഹാരാജാവ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ശ്രീ ശുക ഗോസ്വാമി മറുപടി പറഞ്ഞു, ആധ്യാത്മിക നിയമങ്ങളും ക്രമങ്ങളും കർശനമായി പാലിച്ചിരുന്ന, തങ്ങളുടെ തേജസ് കൊണ്ട് സർവ്വ ദിക്കുകളിലെയും ഇരുട്ട് അകറ്റിയിരുന്ന മഹർഷിമാർ ഒരിക്കൽ മഹാദേവനെ ദർശിക്കുന്നതിന് ആ വനത്തിൽ എത്തുകയുണ്ടായി. അപ്പോ പണ്ടൊരിക്കൽ മഹർഷിമാരെല്ലാവരും കൂടെ ആ പരമശിവനെ ദർശിക്കുവാനായിട്ട് ആ വനത്തിൽ എത്തിയതായിട്ടാണ് ഇവിടെ പറയുന്നത്. മഹർഷിമാരെ കണ്ട അംബികാദേവി പാർവതി ദേവി വല്ലാതെ വിവശയായി. എന്തുകൊണ്ടെന്നാൽ ദേവി അപ്പോൾ വിവസ്ത്രയായിരുന്നു. ഭർത്താവിന്റെ മടിയിൽ നിന്ന് ഉടൻ എഴുന്നേറ്റ ദേവി വളരെ പെട്ടെന്ന് തന്റെ മാറിടം മറയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഉമാമഹേശ്വരന്മാരുടെ സമ്മേളന സമയത്തായിരുന്നു ഈ മഹർഷിമാർ അവിടേക്ക് പ്രവേശിച്ചത്. അന്നേരം ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് വളരെ വിവശയായിക്കൊണ്ട് പാർവതി ദേവി അവിടെ നിന്ന് പെട്ടെന്ന് നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചതായി പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, മഹാദേവനും പാർവതിയും കാമക്രീഡകളിൽ മുഴുകുന്നത് കണ്ട മഹർഷിമാർ തൽക്ഷണം മുന്നോട്ടുള്ള പോക്ക് നിർത്തി നരനാരായണ ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. അങ്ങനെ അവർ അബദ്ധവശാൽ അവിടെ കടന്നു ചെന്നതാണെന്നും സന്ദർഭോചിതമായിട്ട് അവർക്ക് അവിടുന്ന് പിന്തിരിയാനും സാധിച്ചതായി പറയുന്നു. അതേ തുടർന്ന് പത്നിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മഹാദേവൻ ഇപ്രകാരം പറഞ്ഞു, ഇവിടെ പ്രവേശിക്കുന്ന ഏത് പുരുഷനും തൽക്ഷണം സ്ത്രീയായി മാറട്ടെ. അപ്പോൾ പാർവതി ദേവിക്ക് വളരെയധികം നാണക്കേട് തോന്നിയത് കാരണം പരമശിവൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഇനി മേലാൽ ഒരു പുരുഷന്മാരും ഇവിടേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ. അഥവാ പുരുഷന്മാർ പ്രവേശിച്ചാൽ അവർ തൽക്ഷണം സ്ത്രീയായി മാറട്ടെ എന്നൊരു അനുഗ്രഹവും ദേവിക്ക് നൽകി. അങ്ങനെ അന്ന് മുതൽ ഒരു പുരുഷനും ആ വനത്തിൽ പ്രവേശിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു സ്ത്രീയായി പരിണമിച്ച സുദ്യുമ്ന രാജാവ് തന്റെ അനുചരന്മാരുമൊത്ത് അവിടെ ഒരു വനത്തിൽ നിന്ന് മറ്റൊരു വനത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി.
അപ്പോൾ അങ്ങനെ അബദ്ധവശാൽ സുദ്യുമ്നനാണ് രാജാവായ ആ പുരുഷനായ അയാൾ കുതിരപ്പുറത്ത് ആ വനത്തിലേക്ക് അറിയാതെ പ്രവേശിക്കാൻ ഇടയായത്. പ്രവേശിച്ച നിമിഷം തന്നെ ആ പുരുഷൻ സ്ത്രീയായി മാറി. കയറി വന്നിരുന്ന കുതിരയും പെൺകുതിരയായി മാറി. മാത്രമല്ല കൂടെ വന്നിരുന്ന അസോസിയേറ്റുകളും എല്ലാവരും സ്ത്രീ ജനങ്ങളായി മാറിയതായി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവരവിടം ഉപേക്ഷിച്ച് മറ്റൊരു വനത്തിലേക്ക് പോയതായും പറയുന്നു. സുദ്യുമ്നൻ കാമോദീപികയായ അതിസുന്ദരിയായ സ്ത്രീയായി രൂപാന്തരപ്പെടുകയും മറ്റു സ്ത്രീകളാൽ ചുറ്റപ്പെടുകയും ചെയ്തിരുന്നു. തന്റെ ആശ്രമ പരിസരങ്ങളിലൂടെ അലസഗമനം ചെയ്യുന്ന ആ സുന്ദരിയെ കണ്ട ചന്ദ്രന്റെ പുത്രൻ ബുധന് ഉടനെ അവളെ പ്രാപിക്കണമെന്ന് ആഗ്രഹവും ജനിച്ചു. അപ്പോൾ സ്ത്രീയായി മാറിയ സുദ്യുമ്നൻ മറ്റൊരു വനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ചന്ദ്രന്റെ പുത്രനായ ബുധൻ വളരെ അലസഗമനം നടത്തിയിരുന്ന ആ സ്ത്രീയെ കണ്ടിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തിയതായി പറയുന്നു. ചന്ദ്രരാജന്റെ പുത്രനായ ബുധനെ തന്റെ പതിയായി സ്വീകരിക്കാൻ ആ സുന്ദരിയും ആഗ്രഹിച്ചു. അപ്രകാരം ബുധൻ അവളുടെ ഗർഭപാത്രത്തിൽ പുരൂരവസ് എന്ന പേരുള്ള ഒരു പുത്രനെ ജനിപ്പിച്ചു. അങ്ങനെ ചന്ദ്രദേവന്റെ പുത്രനായ ബുധനിൽ നിന്നും ആ സുദ്യുമ്നൻ സ്ത്രീ രൂപം ധരിച്ചിരിക്കുന്ന സമയത്ത് ഒരു പുത്രനെ ജനിപ്പിച്ചു എന്ന് പറയുന്നു. ശ്ലോകം 36 പറയുന്നു, ആ വിധത്തിൽ ഒരു സ്ത്രീയായി തീർന്ന മനുപുത്രനായ സുദ്യുമ്ന രാജാവ് തന്റെ കുടുംബത്തിന്റെ ആധ്യാത്മിക ഗുരുവായ വസിഷ്ഠ മഹർഷിയെ അനുസ്മരിച്ചതായി വിശ്വസനീയ സങ്കേതങ്ങളിൽ നിന്ന് ഞാൻ ശ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ത്രീയായി മാറി ഒരു പുത്രന് ജന്മം നൽകിയതിനു ശേഷം അദ്ദേഹം വസിഷ്ഠ മഹർഷിയെ മനസ്സിൽ ധ്യാനിച്ചതായി പറയുന്നു. അപ്രകാരം സുദ്യുമ്നനെ ദയനീയ അവസ്ഥ കണ്ട വസിഷ്ഠ മഹർഷി വളരെ ദുഃഖിതനായി. സുദ്യുമ്നന്റെ പുരുഷത്വം വീണ്ടും കിട്ടാനുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം വീണ്ടും ശങ്കരനെ മഹാദേവനെ ആരാധിക്കാൻ ആരംഭിച്ചു. അപ്പൊ മഹാദേവന്റെ അനുഗ്രഹത്താൽ, പാർവതി ദേവിക്ക് കിട്ടിയ അനുഗ്രഹത്താലാണ് ഇപ്പൊ സുദ്യുമ്നന് സ്ത്രീ രൂപമായി പോയത്. ആ സ്ത്രീ രൂപം മനസ്സിലാക്കിയ സുദ്യുമ്നൻ ബുധന്റെ ഭാര്യ പദവി സ്വീകരിക്കുകയും ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം വസിഷ്ഠ മഹർഷിയെ ധ്യാനിച്ചുകൊണ്ട് തന്റെ പുരുഷത്വം തിരിച്ചു കിട്ടണമെന്ന് അഭ്യർത്ഥിച്ചു. ആ ആഗ്രഹം അറിഞ്ഞ വസിഷ്ഠ മഹർഷി സാക്ഷാൽ പരമശിവനെ തന്നെ ആരാധിക്കാൻ തുടങ്ങിയതായി പറയുന്നു. അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, മഹാദേവൻ വസിഷ്ഠനിൽ സംപ്രീതനായി. അതുകൊണ്ട് അദ്ദേഹത്തെ സംതൃപ്തിപ്പെടുത്തുന്നതിനും താൻ പാർവതിക്ക് നൽകിയ വാക്ക് തെറ്റാതെ സൂക്ഷിക്കുന്നതിനും വേണ്ടി മഹാദേവൻ ആ മഹർഷിയോട് ഇപ്രകാരം പറഞ്ഞു: അങ്ങയുടെ ശിഷ്യനായ സുദ്യുമ്നൻ ഒരു മാസം പുരുഷനായും അടുത്ത മാസം സ്ത്രീയായും ജീവിക്കട്ടെ. ആ വിധത്തിൽ അവന് തന്റെ ഇഷ്ടം പോലെ ഈ ലോകം ഭരിക്കുകയും ആകാം. അങ്ങനെ സുദ്യുമ്നന് ഒരു മാസ കാലയളവ് സ്ത്രീയായും അടുത്ത മാസയളവിൽ പുരുഷനായും വീണ്ടും അത് കഴിഞ്ഞാൽ സ്ത്രീയായും പിന്നെയും പുരുഷനായും ഇങ്ങനെ മാറി മാറി സ്ത്രീത്വവും പുരുഷത്വവും ആ സുദ്യുമ്നന് വരാൻ ഇടയാവട്ടെ എന്നുള്ള അനുഗ്രഹമാണ് പരമശിവൻ നൽകിയത് എന്ന് ഇവിടെ പറയുന്നു. ശ്ലോകം 40 പറയുന്നു, അപ്രകാരം ആധ്യാത്മിക ഗുരുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സുദ്യുമ്നൻ മഹാദേവന്റെ വാക്കുകൾ അനുസരിച്ച് അദ്ദേഹം അനുഗ്രഹിച്ച പോലെ പുരുഷത്വം ഒന്നിടവിട്ട മാസങ്ങളിൽ വീണ്ടെടുത്ത് രാജ്യം വളരെ ഭംഗിയായി ഭരിച്ചു. എങ്കിലും പ്രജകൾ ഇതിൽ സംതൃപ്തരായിരുന്നില്ല. ഒരു മാസം സ്ത്രീയായി കൊട്ടാരത്തിൽ കഴിയുകയും അടുത്ത മാസം പുരുഷനായിക്കൊണ്ട് രാജ്യം ഭരിക്കുകയും ചെയ്തു വന്നപ്പോൾ പ്രജകൾക്ക് അതിൽ അത്ര സംതൃപ്തി തോന്നിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് രാജാവ് ഒന്നിടവിട്ട മാസങ്ങളിൽ ഒരു സ്ത്രീയായി മാറുന്നുണ്ടെന്നും അതുമൂലം അദ്ദേഹത്തിന് രാജ്യഭരണത്തിന്റെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കുന്നില്ലെന്നും പ്രജകൾക്ക് ബോധ്യമായി തുടങ്ങി. തൽഫലമായി അവർ അത്ര സംതൃപ്തരായില്ല. അല്ലയോ രാജാവേ, സുദ്യുമ്നന് വളരെ ധർമ്മിഷ്ഠരായ ഉൽക്കലൻ, ഗയൻ, വിമലൻ എന്നീ പുത്രന്മാരും ഉണ്ടായിരുന്നു. അവർ ദക്ഷിണപഥത്തിന്റെ രാജാക്കന്മാരായി തീർന്നു. അങ്ങനെ ഓരോ രാജ്യങ്ങളും മക്കൾക്കായിട്ട് വീതിച്ചു നൽകിയതായും ആ രാജ്യങ്ങൾ വളരെയധികം ഭംഗിയായി ഭരണം നടത്തുവാനും സുദ്യുമ്നൻ തന്നാൽ കഴിവതെല്ലാം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അനന്തരം കാലം പക്വമാവുകയും ലോകത്തിന്റെ രാജാവായിരുന്ന സുദ്യുമ്നന് വേണ്ടത്ര പ്രായമാവുകയും ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ പുത്രൻ പുരൂരവസിന് സമസ്ത രാജ്യവും നൽകി വനത്തിൽ സന്യാസത്തിനായി പ്രവേശിച്ചതായി കാണാം. വൈദിക സമ്പ്രദായ പ്രകാരം വർണ്ണാശ്രമ സ്ഥാപനത്തിൽ ഉൾപ്പെട്ട ഒരാൾ 50 വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ കുടുംബജീവിതം ഉപേക്ഷിക്കണം. പശ്ചാശത് ഊർധ്വം വനം വ്രജേത്. അപ്രകാരം ആധ്യാത്മിക ജീവിതം സമ്പൂർണമാക്കുന്നതിന്
രാജ്യം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയ സുദ്യുമ്നൻ വർണ്ണാശ്രമത്തിന്റെ നിർദ്ദിഷ്ട ക്രമങ്ങൾ പാലിച്ച് സന്യാസാശ്രമം സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഹരിബോൽ ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 9-ാം സ്കന്ധത്തിലെ സുദ്യുമ്ന രാജാവ് ഒരു സ്ത്രീയായി തീരുന്നു എന്ന 1-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. ഹരിബോൽ ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഹരിബോൽ ഹരേ കൃഷ്ണ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾ എന്നുള്ളൊരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹരിബോൽ ഹരേ കൃഷ്ണ. താങ്ക് യു.